ഹലോ, ഗുഡ് ഈവനിങ്. ചെന്താമര വീണ്ടും ഇന്ന് വാർത്തയിൽ നിറഞ്ഞു. ആരാണ് ഈ ചെന്താമര എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ടാകും. ചെന്താമര ആ കക്ഷിയാണ് നെന്മാറയിൽ പരോളിൽ ഇറങ്ങിയപ്പോൾ രണ്ടുപേരെ കൊലപ്പെടുത്തി. ഓൾറെഡി ഒരു കൊലപാതകത്തിൽ പ്രതിയായിരിക്കുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് മറ്റു രണ്ട് കൊലപാതകങ്ങൾ നടത്തിയത്. ഇന്ന് ചെന്താമര നമ്മുടെ ക്യാമറ നോക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എനിക്കെതിരെ മൊഴി പറയുന്ന ആളുകളെ മുഴുവൻ ഞാൻ ഉന്മൂലനം ചെയ്യും, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്നവരെയൊന്നും ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്ന ഡയലോഗ് അയാൾ കാച്ചി. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇന്ന് ഇദ്ദേഹത്തിനെതിരായിട്ട് മൊഴി കൊടുത്തു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് മൊഴി കൊടുത്തു. ഇവരെ ആരെയും ജീവനോട് വെച്ചേക്കില്ല എന്ന രീതിയിൽ ഇങ്ങനെയുള്ള ആളുകളെ പുറം ലോകം കാണിക്കാൻ പാടില്ല. ഇവർ ജാമ്യത്തിന് അർഹരല്ല, പരോളിനും അർഹരല്ല. ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് പരോൾ കിട്ടിയാൽ മനുഷ്യജീവന് നാശമുണ്ടാകും. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. വോട്ടുകൊള്ള ആരോപണത്തിനിടെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക ഫ്രീഡം നൈറ്റ് ആരംഭിച്ചു. കേരളത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ച് ഇപ്പോൾ നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീയും നമുക്കിപ്പം തത്സമയം ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക് സലീം മാലിക് ചേരുകയാണ്. സലീം, എങ്ങനെയുണ്ട് മാർച്ച്? വളരെ കാര്യമായി നടക്കുന്നതാണ് വിശ്വാസം. ഫ്രീഡം നൈറ്റ് മുൻനിര നേതാക്കന്മാർ കെ.സി. വേണുഗോപാലാണല്ലോ നയിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്ത് വലിയ പങ്കാളിത്തം, കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തിലെ ആകമാനം ഈ ഗതാഗതം തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് എന്ന് പേരിട്ടിരിക്കുന്ന മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കെ.സി. വേണുഗോപാലാണ് ഈ മാർച്ച് നയിക്കുന്നത്. ഒപ്പം തന്നെ മുതിർന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. കെ. മുരളീധരനുണ്ട്, എം ഹസനുണ്ട്, ഒപ്പം തന്നെ മുൻ മന്ത്രിമാരായ വി. എസ്. ശിവകുമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഈ വോട്ട് ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സംസ്ഥാനമൊട്ടാകെ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമാക്കുക എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഈ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് KPCC അധ്യക്ഷൻ ഇത്തരത്തിലൊരു മാർച്ച് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കണമെന്നുള്ള ഒരു ആഹ്വാനം നടത്തുന്നത്. അതിന് പിന്നാലെ തന്നെ എല്ലാ ജില്ലകളിലും അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ആര് എന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി, കഴിഞ്ഞ 7:30ക്കാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് മാർച്ച് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് കെ.സി. വേണുഗോപാലിനെ കാത്തിരിക്കുകയായിരുന്നു പ്രവർത്തകർ. കെ.സി. വേണുഗോപാലിനെ കാത്തിരിപ്പോൾ കെ.സി. വേണുഗോപാൽ എത്തിയതോടുകൂടി അവിടെ നിന്നും രൂക്ഷമായ മുദ്രാവാക്യം സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കൊച്ചിയിൽ നടക്കുന്ന പ്രകടനമാണ്. കൊച്ചിയിൽ വി. ഡി. സതീശനും തിരുവനന്തപുരത്ത് കെ.സി. വേണുഗോപാലുമാണ് ഈ മാർച്ച് നയിക്കുന്നത്. സമത്തിനെതിരായിട്ടുള്ള ധർമ്മയുദ്ധമാണ്. വലിയ വലിയ ഒരുപക്ഷെ ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കെ.സി. ഒരു വലിയ പോരാട്ടം എന്ന നിലയിൽ കോൺഗ്രസ് ഇതിനെ ഏറ്റെടുക്കുക. തീർച്ചയായിട്ടും ഞാൻ അവിടെ പറയാം. അത് തന്നെയാണ് എന്തായാലും ഈ വലിയ ആൾക്കൂട്ടം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച, അതായത് കൃത്യം 7 ദിവസം മുൻപാണ് ഒരു വലിയ ആരോപണം എന്ന നിലയിൽ ഈ വോട്ട് ക്രമക്കേട് ഉയർത്തിയത്. അതിന് പിന്നാലെ തന്നെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പല പാർട്ടികൾ, BJP ഉൾപ്പെടെയുള്ളവർ ഈ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടത് തിരിച്ച് കോൺഗ്രസിനെതിരെ ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിന് കോൺഗ്രസ് വീണ്ടും മറുപടിയുമായി വരുന്നതുണ്ടായിരുന്നു. അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി കഴിഞ്ഞ ഒരാഴ്ച രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ വോട്ട് ക്രമക്കേട് മാറുകയാണ്. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട്, രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി, രാജ്യവ്യാപകമായി ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ മാർച്ച് അത് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് പോകുന്നത്. ഈ റോഡിന്റെ ഇരുവശവും നേരത്തെ ഒരു വശത്തേക്ക് ക്രമീകരിച്ചിരുന്നതാണ് ഈ മാർച്ച്. പക്ഷേ ഇപ്പോൾ 2 വശവും നിറഞ്ഞു കവിഞ്ഞുകൊണ്ടാണ് ഈ മാർച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയും. അങ്ങനെ ഈ അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ഫ്രീഡം നൈറ്റ് മാർച്ച് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപാദാസ് മുൻഷിയും കെ.സി. വേണുഗോപാലും മുൻനിരയിലുണ്ട്, കെ. മുരളീധരനും മുൻനിരയിലുണ്ട്. ഇനി കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശന്റെ നേതൃത്വത്തിലാണ്
ഇപ്പോൾ മാർച്ച് നടക്കുന്നത്. മാർച്ച് നല്ല പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു മാർച്ച് തന്നെയാണ് കൊച്ചിയിലും നടക്കുന്നതെന്ന് മനസ്സിലാകുന്നു. രാജ്യവ്യാപകമായ ഫ്രീഡം നൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഈ പ്രകടനം അരങ്ങേറുന്നത്. സൂര്യശ്രീ നമുക്കിപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സൂര്യശ്രീ, ഈ മാർച്ചിൻ്റെ, ഈ ഫ്രീഡം നൈറ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊള്ളയ്ക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ഇപ്പോൾ കൊച്ചിയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ മാർച്ച് പുരോഗമിക്കുന്നത്. MLA-മാരായിട്ടുള്ള അൻവർ സാദത്ത്, അതുപോലെ തന്നെ TJ വിനോദ് MLA അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഈ മാർച്ചിൽ അണിചേർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകളും ഈ ഒരു മാർച്ചിൽ അണിചേർന്ന് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ കള്ളവോട്ട് ആരോപണത്തിനെതിരെ വലിയൊരു പ്രക്ഷോഭം തീർക്കുവാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വലിയൊരു ആഹ്വാനത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. നമുക്ക് പ്രതിപക്ഷ നേതാവിനോട് തുടർന്ന് ചോദിക്കാം, വരും ദിവസങ്ങളിലുള്ള ഈ പ്രക്ഷോഭം, വോട്ട് ചോരിക്കെതിരെ വരും ദിവസങ്ങളും പ്രക്ഷോഭം ശക്തമായിരിക്കും. അല്ല, ഇത് തുടക്കം മാത്രമാണ്. ഇതെല്ലാം തുറന്നു കാണിക്കുന്ന ഇത് രാജ്യവ്യാപകമായി ഇന്ന് വലിയ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ഒരു സംശയമല്ല, ഇതെല്ലാം കള്ളവോട്ടിലൂടെ അധികാരത്തിലേറിയ നരേന്ദ്രമോദിയും കൂട്ടരും. ഇത് രാജ്യത്തെ ജനങ്ങളെ തുറന്നു കാണിക്കുകയാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ദൌത്യം. ഇത് സത്യമാണ്. ഇത് വസ്തുതകൾ വെച്ചുകൊണ്ടാണ്, വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി വിഷയം ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളോട്. തീർച്ചയായിട്ടും ഇത് ഒരു സംശയമില്ല, ഇത് തെളിയിക്കപ്പെടും. ഇത് രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യും. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകും, യാതൊരു സംശയവുമില്ല. ഈ പ്രതിഷേധം ഒരു തുടക്കം മാത്രമാണ്. ഇത് ഇനിയും ഈ രാജ്യത്തെ ഉടനീളം ഈ പ്രതിഷേധം മുന്നോട്ട് പോകും, യാതൊരു സംശയവുമില്ല. SKN വരും ദിവസങ്ങളും ഇത്തരത്തിൽ കോൺഗ്രസ് വോട്ട് ചോരി പ്രക്ഷോഭം ശക്തമാക്കുമെന്നതിന്റെ സൂചനയുടെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ലൈറ്റ് നൈറ്റ് ഫ്രീഡം മാർച്ച് നടത്തുന്നത്. ഈ ലൈറ്റ് നൈറ്റ് ഫ്രീഡം മാർച്ചിൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയിലെ ആയിരക്കണക്കിന് ആളുകളാണ് കൊച്ചിയിൽ അണിനിരക്കുന്നത്. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പാലാരിവട്ടത്തേക്ക് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗതാഗതം ഒരു സൈഡിൽ കൂടി മാത്രം കടത്തിവിട്ടുകൊണ്ട് ഒരു ഭാഗത്തു കൂടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് അടക്കം കോൺഗ്രസിന്റെ വിവിധ സംഘടനകളുടെ വലിയൊരു പങ്കാളിത്തം ഈ മാർച്ചിന് ഉണ്ട്. വരും ദിവസങ്ങളിലും ഈ വോട്ട് ചോരി പ്രക്ഷോഭം ശക്തമാക്കും. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ കള്ളവോട്ട് ആരോപണങ്ങൾക്ക് എതിരെയായിരിക്കും കോൺഗ്രസിന്റെ ശബ്ദമെന്ന് വീണ്ടും ഉറക്കെ പറയുകയാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് തിരുവനന്തപുരത്തും രാജ്യവ്യാപകമായി നടക്കുന്ന ഫ്രീഡം നൈറ്റിന്റെ ഭാഗമായുള്ള നൈറ്റ് പുരോഗമിക്കുകയാണ്. സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നു. അവിടെ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഫ്രീഡം നൈറ്റ് പുരോഗമിക്കുന്നത്. ദീപദാസ് മുൻഷിയെ പോലുള്ള ദേശീയ നേതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സലീം മാലിക് തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. സലീം, വിശദാംശങ്ങൾ. SKN തിരുവനന്തപുരത്ത് നടത്തുന്ന മാർച്ച്, അത് KC വേണുഗോപാൽ നയിക്കുന്ന മാർച്ചിൽ പ്രധാനപ്പെട്ട നേതാക്കൾ നിരവധിയുണ്ട്. AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി അതിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാരായ K മുരളീധരനും MM ഹസനും പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം മുൻ മന്ത്രി VS ശിവകുമാർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം DCC അധ്യക്ഷൻ ശക്തൻ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ആ മാർച്ച് ഒരർത്ഥത്തിൽ ഈ നേതാക്കൾക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ക്രമീകരണങ്ങൾ കൈവിട്ടു പോയാണ് ഈ മാർച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം വലിയ പങ്കാളിത്തം ഉണ്ടാവുക, ആ പ്രവർത്തകർ നേതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അപ്പോഴും ഈ മാർച്ച്, അത് ഇന്നലെ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലൊരു മാർച്ച് നടത്തണമെന്ന് KPCC ആഹ്വാനം ചെയ്യുകയും അതിന് പിന്നാലെ ഓരോ DCCയും അതുമായി ബന്ധപ്പെട്ട ആ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ മാർച്ച് പുരോഗമിക്കുന്നത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരി എന്ന നിലയിലൊരു സൈറ്റ് രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോർച്ചയ്ക്കെതിരെ പിന്തുണ അർപ്പിക്കാനായി ഉണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെ അതിലും വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തിരുന്നു. രാജ്യവ്യാപകമായി തന്നെ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ഒരു ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിക്ക് പോകാനുള്ള അവസരം കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തിന് പിന്നാലെ ഉയർന്നു വന്നത്. അങ്ങനെ കോൺഗ്രസ് അതിന്റെ രാജ്യത്ത് തന്നെ ഒരു ശക്തി പ്രകടനം എന്ന നിലയിൽ കൂടിയാണ് ഈ ആരോപണത്തെയും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക, ഓരോ സ്ഥലങ്ങളിലും പരമാവധി ആളുകളെ
നേതാക്കളുടെ പങ്കാളിത്തം ഉണ്ടാവുക എന്നതുൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം ഉറപ്പുവരുത്തുക കൂടിയാണ്. കാരണം കോൺഗ്രസിന് പിന്നിൽ രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും കോൺഗ്രസിനാണ് അവരെ നയിക്കാൻ കഴിയുക എന്നൊരു പ്രതീതി രാജ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേന്ന് തന്നെ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് എന്ന നിലയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും DCCയുടെ നേതൃത്വത്തിൽ KPCC ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ പരിപാടി ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയത്തേക്കാണ്, മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് ആരംഭിച്ച ആ മാർച്ച് ഇപ്പോൾ ഇവിടെ പാളയത്തേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമുക്ക് നിലവിലുള്ളത്. കൊച്ചിയിലും മാർച്ച് പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും എറണാകുളം DC പ്രസിഡന്റ് തുടങ്ങിയ ആൾക്കാരാണ് നേതൃത്വം കൊടുക്കുന്നത്. അൻവർ സാദത്ത് MLA, MJ വിനോദ്, കൊച്ചി, ഇവര് MLA ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കൊച്ചിയിൽ നടക്കുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഫ്രീഡം നൈറ്റ് മാർച്ച് തുടരുകയാണ് കൊച്ചിയിലും തിരുവനന്തപുരത്ത് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് പുരോഗമിക്കുന്നത്. കേരളത്തിന്റെ പ്രതിഭാതനായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശനും എറണാകുളം DCCയുടെ അമരക്കാരൻ ശ്രീ മുഹമ്മദ് ഷിയാസും നയിക്കുന്ന ആവേശോജ്വലമായ ഐതിഹാസികമായ നൈറ്റ് മാർച്ചാണ് നിങ്ങൾ കാണുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും അരങ്ങേറുന്ന മാർച്ചിന്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. രാജ്യവ്യാപകമായി കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന മാർച്ചാണ് തുടരുന്നത്. വോട്ടുകളുടെ ആരോപണത്തിന് ഇടെയാണ് കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുന്നു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ ഈ മാർച്ച് കേരളത്തിൽ നടക്കുകയാണ്. വ്യാപകമായി കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഫ്രീഡം നൈറ്റ് മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. രാജ്യവ്യാപകമായിട്ടാണ് ഈ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നു. B. രാഗേഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. B. രാഗേഷ് കുറച്ചധികം കാലമായി കുറച്ച് നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രശസ്ത നിർമ്മാതാവ് B. രാഗേഷാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് തോറ്റു എന്നുള്ളതാണ്. അതേപോലെ ചലച്ചിത്ര സംവിധായകൻ കൂടിയായ വിനയനും മത്സരിച്ചിരുന്നു, വിനയനും തോറ്റു. ലിസ്റ്റൻ സ്റ്റീഫനാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ട്രഷറർ മഹാ സുബൈറാണ്. പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ B. രാഗേഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലിസ്റ്റൻ സ്റ്റീഫൻ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ ആൽവിൻ ആന്റണിയും MM ഹംസയും ജോയിന്റ് സെക്രട്ടറിമാരായി. ചലച്ചിത്ര സംവിധായകൻ കൂടിയായ വിനയൻ തോറ്റു. അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസും പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയിൽ തിരിച്ചടിയുണ്ടായി. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിറക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. ഒഴിവാക്കിയതിൻ്റെ കാരണം, അതായത് ഇത്രയധികം ആളുകളെ വോട്ടേഴ്സിനെ ഒഴിവാക്കിയതിൻ്റെ കാരണം വ്യക്തമാക്കണമെന്നും സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും നിർണായകമായ ഒരു വിധിയാണ് എന്ന് പറയാൻ കാര്യം. ഒഴിവാക്കിയവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ട ബാധ്യതയില്ല എന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മയപ്പെടുത്തിയതോടെയാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒഴിവാക്കിയ 65 ലക്ഷം വോട്ടർമാരുടെ വിവരങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണവും കമ്മീഷൻ വ്യക്തമാക്കണം. പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ആ വിവരം പ്രാദേശിക പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നൽകണം. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമൂഹമാധ്യമ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലൂടെയും വിവരം ജനങ്ങളെ അറിയിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർ ബൂത്ത് തിരിച്ചുള്ള പട്ടിക പ്രദർശിപ്പിക്കണം. പരാതിയുള്ളവർക്ക് ആധാർ കാർഡിന്റെ പകർപ്പ് ചേർത്ത് പരാതി നൽകാമെന്നുമാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ജില്ലാ തലത്തിൽ വെബ്സൈറ്റുകൾ ഇല്ലെന്നായിരുന്നു ഹർജിക്കാർ വാദിച്ചത്. ഒഴിവാക്കിയവരുടെ പട്ടിക ജില്ലാ തലത്തിൽ പ്രസിദ്ധീകരിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതോടെയാണ് ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതി എത്തിയത്. സുതാര്യത, വോട്ടർമാരുടെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം. R. അച്യുതൻ, 24, ഡൽഹി.
ഒരുപാട് പ്രേക്ഷകർ കമൻറ്റുകൾ അയക്കുന്നുണ്ട്. ഈ കമൻറ്റുകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റുകളൊന്നും വായിക്കുന്നില്ലല്ലോ എന്നുള്ള പ്രേക്ഷകർ പറയണ്ട. അപ്പോൾ ഞാൻ കമൻറ്റുകൾ വായിക്കാൻ, പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് ഞാൻ വരും. മറ്റൊരു വാർത്തയിലേക്ക്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വർ മേഘവിസ്ഫോടനത്തിൽ മരണസംഖ്യ 40ആയി. മരിച്ചവരിൽ 2 CISF ജവാന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട്. 120 പേർക്ക് പരിക്കേറ്റുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. ഡൽഹിയിൽ നിന്നും അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ കാര്യത്തിൽ? SK, എന്തായാലും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടക്കത്തിൽ 12 പേരായിരുന്നു, ഇപ്പോൾ 40 പേർ മരിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 120-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോഴും ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിത പ്രതികരണ സേനയും ഒപ്പം സൈന്യവും സംയുക്തമായി ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 2 CISF ജവാന്മാരും ഈ സംഘത്തിൽ മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അവിടുത്തെ ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആളുകൾ ഒത്തുകൂടിയിരുന്നൊരു സ്ഥലമാണ്. ആ തീർത്ഥാടന യാത്രയ്ക്കായി എത്തിയ ആളുകളാണ് ഈ ഒഴുക്കിൽപ്പെട്ടവരിൽ ഏറെയും. അവിടെ ഒരു സമൂഹ അടുക്കള ഈ തീർത്ഥാടകർക്കായി പ്രവർത്തിച്ചിരുന്നു. സമൂഹ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളടക്കം ഒഴുകിപ്പോയി. ഏതാണ്ട് 200-ലധികം ആളുകൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകശ്മീരിൽ ലഫ്റ്റനന്റ് ജനറലിനെയും ലഫ്റ്റനന്റ് ഗവർണറെയും അവിടുത്തെ മുഖ്യമന്ത്രിയും ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. കൂടുതൽ ആളുകൾ ദുരിതകർമ്മ സേനാംഗങ്ങളെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനവും രാത്രിയിലും പുരോഗമിക്കുകയാണ്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ കാരണം വ്യോമമാർഗം ഇവരെ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇപ്പോഴും ആ പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും ഉള്ളിലുള്ളൊരു ഗ്രാമം കൂടിയാണ് ഈ ചുസിതി എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടുന്ന് ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കുന്നത് ഏറെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. പക്ഷേ കൂടുതൽ സേനാംഗങ്ങൾ അവിടെ എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അടക്കം രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിലും ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നൊരു വിവരം, വൈകിട്ട് 4:45 ഡൽഹിയിലെ വസന്തി വിഹാറിൽ അവിടെ ഒരു അപകടമുണ്ടായിരിക്കുന്നു. അവിടെ ഒരു മതിൽ തകർന്നു വീണ് 2 കുട്ടികൾ മരിച്ചു എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. 9ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളാണ്. ബീഹാറിലെ മധുബാനി, ബെഗുസറായ് ഈ സ്വദേശികളാണ് ഈ മരിച്ചത്. ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആ മതിലാണ് ഇടിഞ്ഞു വീണ് അതിന്റെ വശത്തുണ്ടായിരുന്ന കുട്ടികളുടെ മുകളിലേക്ക് വീണ് 2 കുട്ടികൾ തത്സമം മരിച്ചത്. അവിടെ ഈ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടും രൂപപ്പെട്ടിരുന്നു. എന്തായാലും ദാരുണമായ സംഭവമാണ് ഡൽഹിയിലും സംഭവിച്ചിരുന്നത്. ഡൽഹിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു അപകടം സംഭവിച്ചിരുന്നു. അവിടെ ഈ കൽക്കാജി മേഖലയിൽ അവിടെ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ബൈക്ക് യാത്രികന്റെ മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു. ബൈക്ക് യാത്രികൻ മരിക്കുകയുണ്ടായി. എങ്ങനെ ഉത്തരേന്ത്യയിൽ കനത്ത നാശം വിതച്ച് പേമാരി തുടരുകയാണ്. ഓക്കെ, നമുക്കിപ്പം ചേർന്നത് അജീഷ് ജയകുമാറാണ്. ഇപ്പോൾ ഡൽഹിയിൽ മതിലിടിഞ്ഞു വീണ് 2 കുട്ടികൾ മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് അജീഷ് നമ്മളുമായി പങ്കുവച്ചത്. ഡൽഹി വസന്തവിഹാറിൽ കനത്ത മഴയിലാണ് ഈ മതിലിടിഞ്ഞു വീണതും 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചതും. സങ്കടകരമായി പോയി. രാജേന്ദ്രൻ നായർ ചോദിക്കുന്നത്, ഈ മാർച്ചിൽ ഡോക്ടർ ശശി തരൂരിനെ കണ്ടില്ലല്ലോ എന്ന്. ഡോക്ടർ ശശി തരൂരിനെ കാണാൻ അത്ര എളുപ്പമല്ല എന്നുകൂടി താങ്കൾ കരുതുക. 24 ബിഗ് ബ്രേക്കിംഗ്. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായകമായി വെളിപ്പെടുത്തലുണ്ടായെന്ന് കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് അയൽവാസിയായ വീട്ടമ്മ 24-നോട് പറഞ്ഞു. സെബാസ്റ്റ്യനും സുഹൃത്തും സെബാസ്റ്റ്യനും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഫ്രാങ്കിളിനും ചേർന്ന് ബിന്ദുവിനെ പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിൽ കൊന്നുതള്ളിയെന്നാണ് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തൽ. ബിന്ദു പത്മനാഭൻ കേസിൽ ഇതുവരെ പുറത്തുവരാത്ത വെളിപ്പെടുത്തലാണ് വീട്ടമ്മയുടേത്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നും സെബാസ്റ്റ്യനൊപ്പം ഫ്രാങ്ക്ലിൻ എന്ന സുഹൃത്തുണ്ടായിരുന്നെന്നും കടക്കരപ്പള്ളി സ്വദേശിനിയായ വീട്ടമ്മ പറയുന്നു. ബിന്ദു പത്മനാഭനെ കൊന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും. എന്താണെന്ന് വെച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള രേഖകൾ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയതാണ്. ആ ക്ലിപ്പ് ഞാൻ ക്രൈംബ്രാഞ്ചിന് കൈമാറി കിട്ടിയ സമയത്ത് തന്നെ ഞാൻ ഉടനെ കൊടുത്തു കഴിഞ്ഞതാണ്. സംസാരത്തിനിടയിൽ ഫ്രാങ്ക്ലിനിൽ നിന്ന് തന്നെയാണ് ഇക്കാര്യം പുറത്തു വന്നത്. സ്ഥിരീകരണത്തിനായി ഫ്രാങ്ക്ലിന്റെ സുഹൃത്തും ഇടനിലക്കാരനുമായ സോഡാ പൊന്നപ്പനുമായും കാര്യം സംസാരിച്ചു. ഇതേ കാര്യം ഇയാളും ആവർത്തിച്ചതോടെ ഫോൺ സംഭാഷണം അടക്കം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അവള് ഭയങ്കര മോശക്കാരിയാണ്, ആവാസക്കാരിയാണ്, കൊള്ളിയില്ലാത്തവളായിരുന്നു. അത് നല്ല ഡീസന്റ് പെണ്ണായിരുന്നു. അവൻ ഈ കാശ് വിറ്റാണ് സെബാസ്റ്റ്യന് അവിടെ സ്ഥലം മരിച്ചത്. ആ സ്ഥലം വരെ ഇവൻ വിറ്റി ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തു അവര് ഒരു ആട്ടോക്കാരൻ കളിച്ചു. ആട്ടോക്കാരൻ കെട്ടിത്തൂങ്ങി.
ആട്ടോക്കാരനെ പിടിക്കുന്നത്. ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് അറിയാം. ആദ്യ അന്വേഷണ സംഘം കേസിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ല. ജാനമ്മ കേസിന്റെ പിന്നാലെ അന്വേഷണം വീണ്ടും ആരംഭിച്ചതോടെ ഫോൺ സംഭാഷണമടക്കം പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറി. ആരോപണ വിധേയനായ ഫ്രാങ്ക്ലിന്റെയും സുഹൃത്ത് സോഡ പൊന്നപ്പന്റെയും മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. 24 ആലപ്പുഴ. അശ്വിൻ പാലാഴി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആലപ്പുഴ ചേർത്തലയിലെ ദുരൂഹ തിരോധാന കേസുകളിൽ 24 ഇന്ന് പുറത്തുവിട്ട വെളിപ്പെടുത്തൽ പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. കാണാതായ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് അയൽവാസി ശശികല തുറന്നു പറഞ്ഞതോടെ പ്രത്യേക സംഘത്തിന് ചില തെളിവുകൾ വീണ് കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെബാസ്റ്റ്യൻ്റെ സുഹൃത്ത് ഫ്രാങ്ക്ലിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. വീട്ടമ്മ കൈമാറിയ ശബ്ദരേഖയും സംഘം പരിശോധിക്കും. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, വിവരങ്ങൾ. ഈ കേസുമായി ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് പുതിയതായി പുറത്തു വന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തലിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ വെളിപ്പെടുത്തലൊക്കെ നേരത്തെ തന്നെ 2 ദിവസം മുന്നേ തന്നെ ക്രൈംബ്രാഞ്ചിനോട് വീട്ടമ്മ വെളിപ്പെടുത്തിയതാണ്. ഈ ശബ്ദ സന്ദേശവും ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഈ ശബ്ദ സന്ദേശത്തിൽ ആരോപണ വിധേയനായ ഫ്രാങ്ക്ലിനെയും ഈ കാര്യങ്ങൾ ഈ സ്ത്രീയോട് പറയുന്ന സോഡ പൊന്നപ്പൻ എന്ന് വിളിക്കുന്ന പൊന്നപ്പനെയും ക്രൈംബ്രാഞ്ച് സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ്. പക്ഷേ ഈ ഓഡിയോ റെക്കോർഡ് പൂർണ്ണമായും തള്ളുകയാണ് ഇരുവരും ചെയ്തത്. അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്നുള്ള ഒരു മൊഴിയാണ് രണ്ടുപേരും നൽകിയത്. എന്തായാലും നിലവിൽ ഈ വീട്ടമ്മ ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അത് വിശദമായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് സംഘം ലക്ഷ്യം വെക്കുന്നത്. ഇരുവരെയും തുടർച്ചയായി വിശദമായി തന്നെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. ഒപ്പം പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത ഫ്രാങ്ക്ലിൻ കഴിഞ്ഞ കുറച്ച് വർഷക്കാലം കൊണ്ട് തന്നെ അതിസമ്പന്നനാവുകയും ചേർത്തലയിൽ വലിയൊരു വീട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോലിയൊന്നുമില്ലാതെ എങ്ങനെയാണ് ഈ സാമ്പത്തിക സ്രോതസ് ഇയാൾക്ക് ലഭിച്ചത് എന്നുള്ളൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഈ ഫ്രാങ്ക്ലിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ കൂടി അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനമുണ്ട്. ഒപ്പം ഈ വിശദമായി തന്നെ ഈ സൗണ്ട് റെക്കോർഡ്, ഈ ഓഡിയോ റെക്കോർഡ് സമഗ്രമായി പരിശോധിക്കാനാണ് നിലവിൽ മറ്റൊരു തീരുമാനമുള്ളത്. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അതിലെ ഡേറ്റുകളടക്കം ക്രോഡീകരിച്ചുകൊണ്ട് അന്വേഷണത്തിന് സഹായകമാകുന്ന രീതിയിലേക്ക് അതിനെ എടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം അവലംബിക്കുന്ന മറ്റൊരു രീതി. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ആധികാരികതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിന് ഈ വീട്ടമ്മയുടെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം ജില്ലാ ജയിലിലേക്ക് റിമാൻഡിലേക്ക് വിട്ട സെബാസ്റ്റിനെ ഈ ബിന്ദു പത്മനാഭൻ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ കൂടി ഒരുങ്ങുകയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം. ഈ സെബാസ്റ്റിനെ കസ്റ്റഡി എടുത്തുള്ള ചോദ്യം ചെയ്യലിൽ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയും മൊഴികളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും അങ്ങനെയുള്ള പുതിയ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഈ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം. കൊലപ്പെടുത്തി എന്നുള്ള വലിയ വെളിപ്പെടുത്തൽ അത് ഈ കേസിനെ സംബന്ധിച്ച് മുന്നോട്ട് പോക്കിന് വലിയ നിർണായകമായ ഒരു വഴിത്തിരിവ് തന്നെയാണ്. അതിനെ അത്രത്തോളം കാര്യമായി തന്നെ അന്വേഷണ സംഘം പരിഗണിക്കുന്നുമുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തലിനു ശേഷം സമാധാന കരാർ എന്ന സെലൻസ്കിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണെന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ. യുക്രൈൻ വിഷയത്തിൽ അലാസ്കയിലെ ആങ്കറേജിൽ നാളെയാണ് പുടിൻ ട്രംപിൻ്റെ ചരിത്രപരമായ കൂടിക്കാഴ്ച നടക്കുക. അലാസ്കയിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര. മധു തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഗുഡ് മോർണിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യാത്ര എവിടെ വരെ ആയി? ഇപ്പോൾ യാത്ര ബാഗ് അടുക്കി തുടങ്ങിയതേ ഉള്ളൂ. SKN വൈറ്റ് ഹൗസിൽ നിന്ന് മാധ്യമ പ്രവർത്തകർക്കായിട്ടുള്ള ഒരു ചാർട്ടർ വിമാനമുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നിലയ്ക്ക് പോകാം. ഞാൻ സ്വന്തം നിലയ്ക്ക് ന്യൂജേഴ്സിയിൽ നിന്നാണ് പോകുന്ന കാര്യം വാഷിംഗ്ടണിൽ എത്താനുള്ള സമയക്കുറവുണ്ട്. SKN അല്പമണിക്കൂറുകൾക്ക് മുമ്പാണ് വൈറ്റ് ഹൗസിൽ നിന്ന് ഈ യാത്രാ പരിപാടികളുടെയും അതുപോലെ കൂടിക്കാഴ്ചയുടെയും വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നിന്ന് രാവിലെ 6:30 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാത്ര തിരിക്കുക. അദ്ദേഹം ഏതാണ്ട് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആങ്കറേജ് എന്ന സ്ഥലത്തെത്തും. 11 മണിക്കായിരിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എത്തുക. വ്ളാദിമിർ പുടിനെ US പ്രസിഡന്റ് റൺവേയിൽ എത്തി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ലെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. 11:30 ഈ സുപ്രധാന മീറ്റിംഗ്, ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്ത്യയിൽ ശനിയാഴ്ച പുലർച്ചെ 1 മണിക്കായിരിക്കും ഈ കൂടിക്കാഴ്ചയുടെ സമയം. തുടർന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട്. അത് കൺഫേം ആയിട്ടില്ല. SKN കഴിഞ്ഞ ദിവസങ്ങളിൽ
അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇത് വളരെ ഡൗൺ പ്ലേ ചെയ്തിട്ടുള്ള മെസ്സേജുകളായിരുന്നു വൈറ്റ് ഹൗസിൽ നിന്ന് വന്നത്. അതായത് അധികം പ്രതീക്ഷിക്കേണ്ട, പുടിന് പറയാനുള്ളത് ട്രംപ് കേൾക്കുമെന്നാണ്. പക്ഷെ ഇന്ന് രാവിലെ ഡൊണാൾഡ് ട്രംപ് ഫോക്സ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പുടിൻ ഒരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അമേരിക്കൻ മണ്ണിൽ എത്തുന്നതെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നല്ല രീതിയിൽ ചർച്ച പോയില്ലെങ്കിൽ അന്നേരം തന്നെ അദ്ദേഹം തിരിച്ച് മടങ്ങിപ്പോകും. ഇത് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ യൂറോപ്യൻ ലീഡേഴ്സിനെയും സെലൻസ്കിയെയും വെച്ചിരുത്തി ഒരു ഡീലിലേക്ക് എത്തും. അത് മാത്രമല്ല, ഒരു പേപ്പറുകളിലും ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചയ്ക്ക് ശേഷം ഒപ്പിടില്ല എന്ന് ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളും പറഞ്ഞിട്ടുണ്ട്. യുക്രൈന്റെ വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ പിടിച്ചെടുത്ത മേഖലകൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിന് സെലൻസ്കിയോ അല്ലെങ്കിൽ യൂറോപ്യൻ ലീഡേഴ്സോ തയ്യാറല്ല എന്ന് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. SKN. താങ്ക് യു മധു കൊട്ടാരക്കര. താങ്കൾ അലാസ്കയിലേക്കുള്ള യാത്ര പെട്ടിയൊക്കെ പൂട്ടിക്കഴിഞ്ഞെങ്കിൽ യാത്ര തുടങ്ങുക. അലാസ്കയിലാണ് ചരിത്രപരമായ കൂടിക്കാഴ്ച നടക്കുക. യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ എന്ന് നമുക്ക് ഒരുപക്ഷെ ഇതിലൂടെ അറിയാൻ കഴിയും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് തോറ്റു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കായിരുന്നു സാന്ദ്ര മത്സരിച്ചത്. സെക്രട്ടറിയായി ലിസ്റ്റിൻ സ്റ്റീഫൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ബി രാകേഷാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പുതിയ പ്രസിഡന്റ്. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി YS അഭിനന്ദ് ചേരുന്നു. YS അഭിനന്ദ്, വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ്? വിവരങ്ങൾ. SKN ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾ, വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി രാകേഷ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സെക്രട്ടറി സ്ഥാനത്തേക്ക് ലിസ്റ്റിൻ സ്റ്റീഫനും തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷറർ സ്ഥാനത്തേക്ക് മഹാ സുബൈറാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഔദ്യോഗിക പാനൽ പൂർണ്ണമായും വിജയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം അന്തിമ പ്രക്രിയകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ജയിച്ച ആളുകളെല്ലാം മാധ്യമങ്ങളെ കാണും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി രാകേഷ്, ലിസ്റ്റിൻ സ്റ്റീഫൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നു. അത് പറയുമ്പോൾ ഔദ്യോഗിക പക്ഷം പൂർണ്ണമായും വിജയിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കായിരുന്നു മത്സരിച്ചത്. സാന്ദ്ര തോമസിന് 110 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും സാന്ദ്ര തോമസ് പരാജയപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഘട്ടത്തിൽ പിന്നീട് ഈ ബൈലോ പ്രകാരമുള്ള പ്രശ്നം ചൂണ്ടിക്കാട്ടി സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി. അപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ സാന്ദ്ര തോമസിനുണ്ടായിരുന്നു. 110 വോട്ടുകൾ മാത്രമാണ് നേടുവാൻ കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പോട് കൂടി സാന്ദ്ര ഉന്നയിച്ച വാദങ്ങളെല്ലാം പൊളിഞ്ഞു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഔദ്യോഗിക പക്ഷം പറഞ്ഞത്. ഇപ്പൊ എന്നാലും ജയിച്ച ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. കാരണം അങ്ങനെ എല്ലാ സംഘടനയിലുമുള്ള ഒരാൾ വരുമ്പോൾ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ പ്രോസ് ആൻഡ് കോൺസ് ഇത് അദ്ദേഹത്തിന് അറിയാം. അതായത് ഏത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ എന്തിന് എങ്ങനെ പെരുമാറണം എന്നറിയാൻ പറ്റുന്ന ഒരാൾ വരുന്നത് നല്ലതല്ലേ? കാരണം അദ്ദേഹത്തിന് അവർ പറയുന്ന പോയിന്റ് പറയാം, ഈ പറയുന്ന പോയിന്റ് പറയാം. അപ്പൊ അദ്ദേഹത്തിനെ പോലെ ഒരാൾ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. ലിസ്റ്റും തന്നെ അത് സംസാരിച്ച് അവിടെയും ഇവിടെയും എല്ലാം തീർത്തോളും. പിന്നെ ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ട ആൾക്ക് ഒരു ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ സന്ദീപ് സേനും സോഫിയ പോളുമാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ. ആൽവിൻ ആന്റണി ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സംവിധായകൻ കൂടിയായ വിനയൻ തോറ്റുപോയി എന്നുള്ളതാണ്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേള കഴിയുമ്പോൾ മറ്റു ചില വാർത്തകളിലേക്ക് നമ്മൾ കടക്കും. ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമുക്കറിയുന്ന പോലെ നാളെ സ്വാതന്ത്ര്യ ദിനമാണ്. രാജ്യം 79ാം പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസം. ഇന്ന് അർദ്ധരാത്രിയിൽ, അതായത് ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നാം സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് കുത്തി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു രാജ്യത്തിൻ്റെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പിറവിക്കാണ് ഈ ദിവസം സാക്ഷിയായത്. നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യക്കും അതുപോലെ നമ്മുടെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നമ്മൾ ഭാരതീയർ, നമ്മൾ ഒരു പതിറ്റാണ്ടുകൾ നീണ്ടുപോയ പ്രക്ഷോഭത്തിലൂടെയാണ് ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണം. അതിൻ്റെ വില വളരെ വലുതാണ്. എത്രയോ ആളുകൾ രക്തസാക്ഷിത്വം വഹിച്ചിട്ടാണ് നമുക്ക് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. പിന്നീട് മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. ശനിയാഴ്ച വൈകുന്നേരം വലിയൊരു ഇവൻ്റ് കോഴിക്കോട് നടക്കുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ മ്യൂസിക് അവാർഡ്സാണ്. അപ്പം ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും പ്രേക്ഷകർക്ക് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചൊരു പ്രത്യേക സമ്മാനമുണ്ട്. 1000 പാസുകൾ നിങ്ങൾക്കായി. സൗജന്യമാണ് എല്ലാ പ്രവേശനവും. എന്നാൽ ഈ പ്രവേശന പാസുകൾ 1000 പ്രവേശന പാസുകൾ സൗജന്യമായി നൽകാനായിട്ട് നമ്മുടെ കോഴിക്കോട് വാർത്താ ന്യൂസ് ചാനലിൻ്റെ ഓഫീസിൽ ഉണ്ട്. നിങ്ങൾക്കറിയുന്ന സരോവരത്തിൻ്റെ അടുത്താണ്
ന്യൂസ് ഓഫീസ്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാൻ കഴിയും. നാളെ പകൽ ചെന്നാലും കളക്ട് ചെയ്യാം, മറ്റന്നാൾ ചെന്നാലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ ഈ പ്രോഗ്രാം നടക്കുക. ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാണ് ഈ 1000 ടിക്കറ്റുകൾ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. എല്ലാവർക്കും പ്രവേശനം സൗജന്യമാണ്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഞാൻ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. മികച്ച ഒരു പ്രോഗ്രാം ആയിരിക്കും അതെന്ന് ആമുഖമായി പറയട്ടെ. മറ്റു വാർത്തകളിലേക്ക് ഇനി നമ്മൾ കടക്കുകയാണ്. മലയാളിയായ വ്യോമസേന എയർമാൻ വരുൺ കുമാറിന് സേനാ ബഹുമതിയായ വായുസേന മെഡൽ. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത വ്യോമസേന അംഗമാണ് ആലപ്പുഴ കളർകോട് സ്വദേശിയായ വരുൺ കുമാർ. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ ചേരുകയാണ്. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ. എസ്കെൻ, ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന്റെ ഭാഗമായ 3 സേനകളിലെ സൈനികർക്കും രാജ്യം ആദരം അർപ്പിച്ചുകൊണ്ടാണ് ഈ സൈനിക മെഡലുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ മലയാളികൾക്കും അഭിമാനിക്കുവാനുള്ള ഒരു വകയുണ്ട്. അതായത് വ്യോമസേനയിലെ എയർമാൻ ആയിട്ടുള്ള മലയാളി വരുൺ കുമാറിന് ഇപ്പോൾ സേനാ ബഹുമതിയായ വായുസേന മെഡല് അർഹനായിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലെ സ്തുത്യർഹ സേവനത്തിനാണ് അദ്ദേഹത്തിന് ഈ ബഹുമതി നൽകിയിരിക്കുന്നത്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ് ഈ വരുൺ കുമാർ. വ്യോമസേനയുടെ ഉദ്ധംപൂർ ബേസിലാണ് ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു വരുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യ സമയത്ത് കൂടുതൽ പങ്കാളിത്തം വഹിച്ച ഒരു വ്യോമസേനയുടെ ഒരു ബേസ് കൂടിയാണ് ഈ ഉദ്ധംപൂർ എന്നുള്ളത്. ഉദ്ധംപൂരിലായിരുന്നു പ്രധാനമന്ത്രി സന്ദർശനം നടത്തുകയും അവിടെ സൈനികരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തത്. ഒപ്പം തന്നെ 3 സൈനിക വിഭാഗങ്ങളിലും പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 4 ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് സർവോത്തം യുദ്ധസേവാ മെഡൽ പ്രഖ്യാപിച്ചു. DG എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ AK ഭാരതി ഉൾപ്പെടെ 3 പേർക്കായിരുന്നു ആ പുരസ്കാരം. കരസേനയിൽ നിന്ന് 2 പേർക്കാണ് സർവോത്തം യുദ്ധസേവാ മെഡൽ പ്രഖ്യാപിച്ചത്. നോർത്തേൺ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ശർമ്മയ്ക്കും DGMO രാജീവ് ഖായ്ക്കുമാണ് ആ സർവോത്തം യുദ്ധ മെഡൽ പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ 4 സൈനികർക്ക് കീർത്തിചക്ര, 4 സൈനികർക്ക് വീർ ചക്ര, 8 സൈനികർക്ക് ശൗര്യചക്ര. അങ്ങനെയായിരുന്നു ഈ സേനാ മെഡലുകൾ പ്രഖ്യാപിച്ചത്. എന്തായാലും 9 എയർഫോഴ്സിലെ സൈനികർക്കും വീർചക്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന്റെ ഭാഗമായ സൈനികർക്കാണ് ഇപ്പോൾ രാജ്യം ആദരസൂചകമായി ഈ മെഡലുകൾ നൽകിയിരിക്കുന്നത്. താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്ക്. രാമനാട്ടുകര നഗരസഭയിൽ സർക്കാരിൻ്റെ വയോമിത്രം പദ്ധതി നിലച്ചു. കഴിഞ്ഞ 8 മാസമായി ജീവനക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് യൂണിറ്റ് അടച്ചുപൂട്ടി. ജീവനക്കാരെ നൽകാമെന്ന് നഗരസഭ പറഞ്ഞിട്ടും സർക്കാർ അനുമതി നൽകുന്നില്ലെന്ന് ചെയർപേഴ്സൺ VM പുഷ്പ ആരോപിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷനാണ് വയോമിത്രം പദ്ധതി നടപ്പാക്കുന്നത്. വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഈ പദ്ധതിയാണ് രാമനാട്ടുകര നഗരസഭയിൽ മുടങ്ങിക്കിടക്കുന്നത്. മതിയായ ജീവനക്കാർ ഇല്ലാത്തതിനെ തുടർന്നാണ് യൂണിറ്റ് അടച്ചുപൂട്ടിയത്. ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ കലക്ടർക്ക് പരാതി നൽകി. പക്ഷേ നടപടി ഉണ്ടായില്ല. നഗരസഭ ബദൽ സംവിധാനമൊരുക്കാമെന്ന് പറഞ്ഞിട്ടും അതിലും തീരുമാനമായില്ലെന്ന് ചെയർപേഴ്സൺ VM പുഷ്പ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ ജയച്ചന്മാരും JPHന്മാരും ഒക്കെ ഉണ്ട്. നമ്മൾ പഠിച്ച് പുറത്തിറങ്ങിയ ആളുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സാലറി കൊടുത്തോളാം. എന്നാലും നമ്മൾ വെച്ച മരുന്നുകൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും പൈസ വെച്ച് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ആളെ വയ്ക്കാനുള്ളൊരു സൗകര്യം ചെയ്തു തരാൻ പറഞ്ഞിട്ടും കൂടി നമുക്കൊരു സൗകര്യം ചെയ്തു തന്നിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ മാത്രം നിരവധി പേർക്കായിരുന്നു പദ്ധതിയിലൂടെ ചികിത്സ ലഭിച്ചിരുന്നത്. അത് മുടങ്ങിയതോടെ വളരെ ബുദ്ധിമുട്ടിലാണ് പ്രായമായവർ. കഴിഞ്ഞ ഡിസംബർ വരെ ഉണ്ടായിരുന്നു. ഡിസംബറിന് ശേഷമില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇപ്പം അടിവാരം പോകണം, അല്ലെങ്കിൽ രാമനാട്ടുകര പോകണം മരുന്ന് കിട്ടാൻ. രാമനാട്ടുകര നഗരസഭയിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ യൂണിറ്റുകളിലും ജീവനക്കാരുടെ ക്ഷാമം നേരിടുന്നുണ്ട്. ഓടിയ വകയിൽ വാഹനങ്ങൾക്കുള്ള പണവും നൽകിയിട്ടില്ല. വിഷ്ണു കശ്ശേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ജോസഫ് തോമസ് ഒരു കാര്യം പറഞ്ഞു. ലോകം ഉറങ്ങിക്കിടക്കുന്നപ്പോൾ എന്ന് പറയുന്ന പ്രസ്താവന ശരിയല്ല. താങ്കൾക്കറിയുന്ന പോലെ ഇത് ഞാൻ കണ്ടുപിടിച്ച വാചകമല്ല, ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാര്യമാണ്. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നാം സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് കുത്തിയെന്നുള്ള കാര്യം. അത് 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 അന്നു മുതൽ ആളുകൾ പറയാറുണ്ട്. കാര്യം നട്ടപ്പാതിരയ്ക്കാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇനി ഇടവേള, ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. കണ്ണൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട. എടക്കാട് സ്വദേശി വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് 142 ഗ്രാം MDMAയും 22 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ?
SKN ഈ എടക്കാട് സ്വദേശിയായിട്ടുള്ള വിഷ്ണു ലോറി ഡ്രൈവറാണ്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന സൂചന നാട്ടുകാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ മാന്യനായ ഒരു യുവാവായിരുന്നു. പക്ഷേ പോലീസിന് ഇത് സംബന്ധിച്ച് വിവരമുണ്ടായിരുന്നു. ഇയാൾ 3 മാസമായി പോലീസിന് നിരീക്ഷണത്തിലായിരുന്നു. അതിൽ സംശയം വർദ്ധിപ്പിച്ചത് ഇയാൾ ഇടയ്ക്കിടെ ഈ CDM വഴി പണമിടപാട് നടത്തുന്നു, അതോടൊപ്പം ബംഗളൂരുവിലേക്ക് യാത്ര നടത്തുന്നു. ഇതാണ് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്ന് ഈ ലഹരി മരുന്നുകൾ വ്യാപകമായി എത്തിച്ച് ഇയാളുടെ എടക്കാടിലുള്ള വീട് കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന കൃത്യമായ വിവരം പോലീസ് ലഭിച്ചത്. ഇതേ തുടർന്നാണ് ഇയാളെ വീട്ടിൽ നിന്ന് പിടികൂടിയത്. 142 ഗ്രാം MDMA, 22 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. ഇയാൾ സ്കൂൾ വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തിവരുന്നത് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മറ്റൊരു വാർത്തയിലേക്ക്. പോലീസ് കസ്റ്റഡിയിലും കൊലവിളിയുമായി പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. തനിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ഭാര്യയാണെങ്കിലും ജീവിതം തുലയ്ക്കുമെന്നാണ് ഇയാളുടെ ഭീഷണി. കോടതിയിൽ ഹാജരാക്കുമ്പോൾ 24-നോടായിട്ടായിരുന്നു ചെന്താമരയുടെ ഈ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. 2019 സജിത കൊലപാതക കേസിൽ കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരുന്നു പോലീസ് കസ്റ്റഡിയിലുള്ള ചെന്താമരയുടെ വെല്ലുവിളി. ഇന്ന് ഭാര്യ വിലാസിനിയും ചെന്താമരക്കെതിരെ മൊഴി നൽകിയിരുന്നു. ഇതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഭാര്യയല്ല ആരായാലും തന്റെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കിയാൽ തുലയ്ക്കുമെന്ന പ്രതികരണം. എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവൻ ഞാൻ തുലയ്ക്കും. അത് ആരെയാണ് ശരി, എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചു. അത് ആരാണെന്ന് അറിഞ്ഞ അവര് ഇല്ലാണ്ടാക്കും. ഞാൻ വീഴുവാനാണ്. മനസ്സിലായ? 3 കൊലപാതകങ്ങൾ ചെയ്ത ചെന്താമരയ്ക്ക് ജയിൽവാസത്തിനിടയിലും ഒരു മനസ്താപവും വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് പ്രതികരണം. ചെന്താമരയെ ഇപ്പോഴും ഭയക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. അങ്ങനെ പ്രതികരിച്ചതിനുള്ളത് ഞാൻ ഒരു പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇവിടെ ഞാൻ കൊല്ലും. അവിടെ പറഞ്ഞ ബോയന്മാരിന് ഒരെണ്ണത്തിന് ഞാൻ വെളിയിലിറങ്ങിയ വിടില്ല എന്ന്. ജോൺ വർഗീസിനും രാജീവ് സുദേവിനുമൊപ്പം ശ്രീകുമാരൻ, 24. അബദ്ധം പറ്റി പോലും പരോളൊന്നും ഇയാൾക്ക് കൊടുക്കരുത്. മനുഷ്യജീവൻ ബാക്കി നിൽക്കട്ടെ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.